ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഞായറാഴ്ചയിലെ സുവിശേഷം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ സാബത്തിനെക്കുറിച്ചുള്ള വിവാദവും സാബത്തിൽ ഈശോ രോഗശാന്തി നൽകുന്നതുമാണ് നമ്മളിവിടെ വായിക്കുക. ഷാബത്ത് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ജോലി അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. വിശ്രമം എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ജോലിയിൽ നിന്ന് പിന്മാറുക, നിർത്തിവെക്കുക എന്നൊക്കെയാണ് അർത്ഥം. സാബത്ത് എന്താണ് നമ്മോട് പറയുന്നത്? കർത്താവ് സൃഷ്ടികർമ്മത്തിന് ശേഷം വിശ്രമിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. തൻ്റെ സൃഷ്ടികർമ്മം പ്രപഞ്ചത്തോടും മനുഷ്യവർഗത്തോട് മുഴുവനുമുള്ള ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും നിറഞ്ഞ മഹത്തായ കർമ്മമാണ്. അതിൻ്റെ ആഘോഷമാണ് ഈ സാബത്തിലൂടെ ദൈവം വ്യക്തമാക്കുക. മനുഷ്യനെ സംബന്ധിച്ച് സാബത്ത് എന്ന് പറയുമ്പോൾ ലോകത്തിൻ്റേതായ എല്ലാ ആകുലതകളിൽ നിന്നും പിന്മാറി ആധ്യാത്മികമായ ചിന്തയിലേക്ക് ഉയരുക, ആധ്യാത്മികമായ കാര്യങ്ങൾക്ക് വേണ്ടി ദിവസം മാറ്റിവെക്കുക. എബ്രായ ലേഖനം 4-ാം അധ്യായം അതാണ് നമ്മോട് പ്രത്യേകമായിട്ട് പറയുക. അപ്പോൾ ഈ സാബത്ത് വെറും നിയമത്തിൻ്റെ രൂപയിലല്ല മനസ്സിലാക്കേണ്ടത്. ഈശോയുടെ കാലത്ത് സാബത്ത് ആചരണം യഹൂദന്മാർ വളരെ കൃത്യമായി പാലിച്ചിരുന്നവരാണ്. പക്ഷേ ചിലപ്പോഴെങ്കിലും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ അതിൻ്റെ അക്ഷരം മാത്രം അവരെ സ്വീകരിച്ചു. സാബത്തിൽ 38 നിരോധിത ജോലികളെപ്പറ്റി പറയുന്നുണ്ട്. അതിലൊന്നായിരുന്നു വിളവ് ശേഖരിക്കുന്നത്. ശിഷ്യന്മാർ അവരുടെ വിശപ്പ് മാറ്റാൻ വേണ്ടി കതിരുകൾ പറിച്ച് തിന്നാൻ തുടങ്ങിയത് ഇത്തരമൊരു നിരോധിത ജോലിയിൽ അവരുൾപ്പെടുത്തുകയാണ്. കർത്താവ് അവരെ തിരുത്തുന്നു. ദാവീദിൻ്റെ ജീവിതത്തിലെ ഒരനുഭവം ചൂണ്ടിക്കാട്ടി. ലേവായ പുസ്തകത്തിൽ 24-ാം അധ്യായത്തിൽ സമാഗമ കൂടാരത്തിൽ സാബത്ത് ദിവസം പ്രത്യേകമായ രീതിയിൽ കാഴ്ചയപ്പം സജ്ജീകരിക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. 1 സാമുവേൽ 21 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളൊരു കാര്യം കാണുന്നു. സാവൂളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ദാവീദ് ഓടി ചെല്ലുമ്പോൾ പുരോഹിതനായ അഹിമലേക്കിൻ്റെ അടുക്കലാണ് എത്തിച്ചേരുന്നത്. ജീവൻ നിലനിർത്താനായിട്ട് ഈ കാഴ്ചയപ്പം തന്നെ ദാവീദ് ചോദിക്കുകയാണ്. പുരോഹിതനത് കൊടുക്കുന്നുമുണ്ട്. ഇത് നിയമപ്രകാരം സ്വയം വിശുദ്ധീകരിച്ച പുരോഹിതർക്ക് മാത്രം ഉള്ളതാണ്. പ്രത്യേക സാഹചര്യത്തിൽ നിയമത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ഈ പുരോഹിതൻ ദാവീദിന് ഈ കാഴ്ചയപ്പം കൊടുക്കുന്നു. ആ ഒരു കർമ്മത്തെ ഒരിക്കലും വിശുദ്ധ ഗ്രന്ഥം കുറ്റപ്പെടുത്തുന്നില്ല. അത് കർത്താവ് ചൂണ്ടിക്കാണിക്കുകയാണ്. രണ്ടാമത്തൊരു ഉദാഹരണം, ദേവാലയത്തിലെ പുരോഹിതന്മാർ കൃത്യമായി പറഞ്ഞാൽ പൗരോഹിത്യ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സാബത്ത് ലംഘിക്കുകയാണ്. പക്ഷേ അവർ കുറ്റക്കാരായിട്ടൊന്നും സാബത്ത് നിയമം കാണുന്നില്ല. അപ്പോൾ അവിടെ നിയമത്തിൻ്റെ അർത്ഥമാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ നിയമത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ഏവരും വിളിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ഇവിടെ ദേവാലയത്തെക്കാൾ ശ്രേഷ്ഠമായ ഒന്ന് ഇവിടെയുണ്ട്. യേശു തന്നെയാണ് ദേവാലയത്തെക്കാളും എല്ലാ പൗരോഹിത്യ കർമ്മത്തെക്കാളും എല്ലാ സാബത്ത് ആചരണത്തെക്കാളും ശ്രേഷ്ഠമായവൻ. ഈ പൗരോഹിത്യ കർമ്മങ്ങളും സാബത്ത് ആചരണവും ദേവാലയമൊക്കെ അതിൻ്റെ പൂർണ്ണതയിൽ യേശുവിലാണ്. യേശുവാണെന്ന് ദൈവത്തിൻ്റെ ആലയം. ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും നിറയുന്ന ആലയം യേശുവാണ്. ഈ കരുണയും സ്നേഹവുമാണ് നമ്മുടെ ബലിയർപ്പണങ്ങളിലൊക്കെ ഉണ്ടാകേണ്ടത് എന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. ബലിയല്ല, കരുണയാണ്
ഞാൻ ആഗ്രഹിക്കുക എന്നുള്ള ഹോസിയ 6:6 കർത്താവ് പറയുകയാണ്. ഈ കരുണയും സ്നേഹവും പ്രാവർത്തികമാക്കുകയാണ് സാപത്തിൽ രോഗശാന്തി നൽകുന്നത് വഴിയായിട്ട്. വളരെ പ്രായോഗികമായിട്ട് കർത്താവ് ചോദിക്കുകയാണ്, തൻ്റെ ആട് സാപത്തിൽ കുഴിയിൽ വീണാൽ പിടിച്ചു കയറ്റാത്തവനായിട്ട് ആരുണ്ട്? പ്രായോഗികമായിട്ട് യഹൂദന്മാർ ജീവിച്ചിരുന്നവരാണ്. അങ്ങനെ ഒരാടിനെ രക്ഷിക്കുമ്പോഴും സാപത്ത് ലംഘിക്കുന്നതായിട്ട് അവർ കണ്ടിരുന്നില്ല. അപ്പോൾ അത് എല്ലാ മേഖലയിലേക്കും ഈ മനുഷ്യന് നന്മയുണ്ടാകുന്ന, വെറും അക്ഷരത്തിൽ മാത്രം സാപത്തിനെ ഒതുക്കി നിർത്താത്ത ആ മനോഭാവം പാലിക്കണമെന്നാണ് കർത്താവ് പറയുക. ചുരുക്കത്തിൽ 2 കാര്യങ്ങളാണ് ഈ സുവിശേഷം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരേണ്ടത്. ഒന്ന്, ഈശോയിലാണ് സ്നേഹത്തിൻ്റെയും കരുണയുടെയും നിറവ്. നമ്മുടെ നിയമാനുഷ്ഠാനങ്ങളൊക്കെ യേശുവിൻ്റെ സാന്നിധ്യത്തിലാകണം. യേശുവിന് കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? എൻ്റെ നിയമാനുഷ്ഠാനങ്ങളിൽ വെറും അക്ഷരമാണോ അതോ യഥാർത്ഥ രൂപിയാണോ കടന്നു വരുന്നതെന്ന് ചിന്തിക്കുക. രണ്ടാമത്, നിയമം എപ്പോഴും അപരൻ്റെ നന്മയാണ് ലക്ഷ്യം വയ്ക്കേണ്ടത്, പൊതു നന്മയാണ് ലക്ഷ്യം വയ്ക്കേണ്ടത്. എന്നെ കൂടുതൽ മറ്റുള്ളവനിലേക്ക് തുറക്കുന്ന, ആ തുറവി നൽകുന്ന ഒന്നാകണം നിയമാനുഷ്ഠാനം. കൂടുതൽ കരുണയും സ്നേഹവുമുള്ളവനായി മാറാൻ എന്നെ സഹായിക്കണം. കർത്താവിന് മുമ്പിൽ ഈ ദിവസം നമുക്ക് നമ്മെ തന്നെ വിലയിരുത്താം. ആമേൻ.